ഇപ്പം നല്ല മഴയും തണുപ്പുമല്ലേ? ഇവിടെയാണെങ്കിൽ മഴ കാരണം ഒരു രക്ഷയുമില്ല. എൻ്റെ ചേട്ടച്ചാരൊക്കെ വന്നപ്പോൾ എന്നാൽ നമുക്ക് വെയിലും കാണാം കൂടത്തിൽ മുന്തിരിപ്പാടമൊക്കെ കാണാമെന്നും പറഞ്ഞ് നമ്മൾ കമ്പത്തിന് പോയി കേട്ടോ. കമ്പം മെട്ട് വഴിയാ പോയത്. കമ്പം വരെ നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ദേ ഇതൊരു ചെറിയ അമ്പലമായിരുന്നു നമ്മൾ കണ്ടത്. നമ്മുടെ യാത്ര നല്ല സുഖമുള്ള യാത്രയായിരുന്നു കേട്ടോ. വെയിൽ കാണാൻ പോയിട്ട് വെയിലൊന്നും ഇല്ലായിരുന്നു, എന്നാൽ മഴയും ഇല്ലായിരുന്നു. നമ്മുടെ യാത്രയ്ക്ക് നല്ല സുഖമുള്ള കാലാവസ്ഥയായിരുന്നു. ഇത് കമ്പം എത്തുന്നതിന് മുൻപേ ഉള്ളൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കമ്പം ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിലും നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്യൂന്ന് തോന്നുമ്പോഴല്ലേ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതല്ലേ. നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞ സമയത്താകട്ടോ പോയേ. ഒത്തിരി നേരം ഇങ്ങനെ ഇറങ്ങി നിന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് മുന്തിരിപ്പാടം കാണാനുള്ള സമയമൊന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വേഗം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുമായിരുന്നു കേട്ടോ. തമിഴ്നാടിനൊക്കെ പോകുമ്പോഴേ ഈ വഴി സൈഡിലെ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ തണലിന് വേണ്ടി കുറേ പുളിമരമൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാറുണ്ട്. പിന്നെ അവരുടെ ഓരോ കൃഷികളും നെൽപ്പാടങ്ങളും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഈ മരത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലേ. കാണാൻ നല്ല രസമുള്ളത് കൊണ്ട് അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ പോയ സമയത്ത് കുറേ മുന്തിരിയൊക്കെ വിളവെടുത്ത് പോയി. കുറച്ചൊക്കെ പച്ചമുന്തിരിയും കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ഈ മുന്തിരിപ്പാടത്തിലേക്ക് കയറുന്ന ആ എൻട്രൻസിൻ്റെ അവിടെയുള്ള മുന്തിരികളൊന്നും അവർ പറിച്ചിട്ടില്ലേ. എപ്പോഴും ഇവിടെ സന്ദർശകരുള്ളത് കൊണ്ട് അവർക്ക് കാണാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാ. പിന്നെ മുന്തിരി വൈനും മുന്തിരി അച്ചാറ് അതേപോലെ മുന്തിരി കൊണ്ടുള്ള ജാമൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്, ആവശ്യക്കാർക്ക് മേടിക്കാവേ. പിന്നെ ഇവരുണ്ടാക്കുന്ന ചിക്കൻ റൈസ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ റൈസും ചിക്കൻ നൂഡിൽസും നമ്മൾ കഴിച്ചായിരുന്നു. തിരിച്ചു പോരാൻ നേരം ചായ കുടിക്കാൻ നേരത്ത് പുതിയൊരു പലഹാരം കണ്ടു, പേരറിയല. അതും നല്ല ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ അങ്ങനെ പോരാൻ നേരത്ത് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി ഈ കാഴ്ചയും കണ്ടു. അത് കണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ദേ ഒരു ചേട്ടൻ പശുക്കിടാവിനെയും കൊണ്ട് ബൈക്കേ പോകുന്നു. നമ്മുടെ അങ്ങോട്ടാണെങ്കിൽ നമ്മളെയും കിടാവിനെയും വണ്ടിയെ അങ്ങ് കൊണ്ടുപോയാനോ അല്ലേ. അങ്ങനെ നമ്മുടെ കമ്പം ട്രിപ്പ് അവസാനിപ്പിച്ച് എല്ലാവരും സന്തോഷത്തോടെ തിരിച്ച് യാത്രയായി.